പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ വാർത്ത ഇന്ത്യ ഫുട്ബോൾ ടീമിന്റെ കോച്ചായിട്ടുള്ള ഇഗോർ സ്റ്റിമാച്ചുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. ഇഗോർ സ്റ്റിമാച്ചിന്റെ കീഴിൽ വളരെ നിരാശ നൽകുന്ന പ്രകടനം തന്നെയാണ് ഇന്ത്യ ഫുട്ബോൾ ടീം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയധികം സമയം ലഭിച്ചിട്ട് പോലും ഇന്ത്യൻ ടീമിന് നല്ലൊരു റിസൾട്ട് നേടിക്കൊടുക്കാൻ സ്റ്റിമാച്ചിന് സാധിച്ചിട്ടില്ല. ടീമിന്റെ മോശം പ്രകടനം കൊണ്ട് തന്നെ ഇഗോർ സ്റ്റിമാച്ച് പുറത്ത് അയക്കുമെന്ന വാർത്തകളൊക്കെ നേരത്തെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോഴും സ്റ്റിമാച്ച് ടീം വിട്ടു പോകുമോ എന്നുള്ള കാര്യം സംശയമാണ്. സ്റ്റിമാച്ചിന് 2026 വരെ ഇന്ത്യൻ ടീമുമായിട്ട് കോൺട്രാക്ട് ഉണ്ട്. സ്റ്റിമാച്ച് റിസൈൻ ചെയ്ത് പോയില്ലെങ്കിൽ 2026 വരെ സ്റ്റിമാച്ച് തന്നെയായിരിക്കും ഇന്ത്യൻ ടീമിന്റെ കോച്ച്. കാരണം സ്റ്റിമാച്ചിനെ സാക്ക് ചെയ്യാനുള്ള ഫണ്ട് പോലും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ഇല്ല എന്നൊക്കെയാണ് വാർത്തകൾ പുറത്തുവരുന്നത്. ഇന്ത്യൻ ഫുട്ബോളിന്റെ നിലവിലെ അവസ്ഥ തീർത്തും ദുഃഖം നൽകുന്നത് തന്നെയാണ്. അടുത്തൊരു വാർത്ത പഞ്ചാബ് എഫ്സിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. അങ്ങനെ ഇപ്പോൾ ISL 10ാം സീസണിൽ പഞ്ചാബിന് വേണ്ടി കളിച്ച മിക്ക താരങ്ങളും ഇപ്പോൾ ക്ലബ്ബ് വിട്ടു പോയിട്ടുണ്ട്. ഇപ്പോഴത്തെ ക്ലബ്ബ് തന്നെയാണ് ഈ ഒരു കാര്യം ഇപ്പോൾ ഒഫീഷ്യലായിട്ട് അറിയിച്ചിട്ടുള്ളത്. മൊത്തത്തിൽ 14 താരങ്ങളാണ് പഞ്ചാബ് എഫ് സി ടീമിനോട് വിട പറഞ്ഞു പോയിട്ടുള്ളത്. ഡിമിട്രിസ്, സലാൽ, അമർജിത്ത്, തലാൽ, സഹിൽ, ഐസക്, കൃഷ്ണാനന്ദ എന്നീ പ്ലേയേഴ്സൊക്കെ ടീം വിട്ട് പോയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ജുവാൻ, സ്വഡൻ ഫെർണാണ്ടസ്, വിദ്യാസാഗർ സിംഗ്, ലൂക്ക മോഡ്രിച്ച്, ഡാനിയൽ, പ്രശാന്ത്, വിൽമർ എന്നീ പ്ലേയേഴ്സും ടീം വിട്ട് പോയിട്ടുണ്ട്. അടുത്ത സീസണിൽ പഞ്ചാബ് എഫ് സിയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന കാര്യം ഇപ്പോൾ ഉറപ്പായിട്ടുണ്ട്. കഴിഞ്ഞ പോയ സീസണിൽ ടീമിന് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ച താരങ്ങൾ പോലും ഇപ്പോൾ ക്ലബ്ബ് വിട്ടു പോയിട്ടുണ്ട്. അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു റൂമറിനെ കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഒരു പോളിഷ് സ്ട്രൈക്കറിനെ സ്വന്തമാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ള റൂമറുകളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പോളിഷ് താരമായിട്ടുള്ള ജറോസ്ലാവ് എന്ന താരത്തിനെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യാൻ ഒരുങ്ങുന്നു എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. മാത്രമല്ല 2 വർഷത്തെ കോൺട്രാക്റ്റിലായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു താരത്തിനെ സ്വന്തമാക്കിയേക്കുക എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്നാൽ ട്രസ്റ്റബിൾ ആയിട്ടുള്ള പേജുകളൊന്നും ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ പുറത്തു വന്ന റൂമർ ആയതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ ഈ ഒരു അപ്ഡേറ്റ് ഉൾപ്പെടുത്തിയത്. ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾ ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും. കൂടുതൽ ISLുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.